അല്ല, മദനെ അറസ്റ്റ് ചെയ്തതിനകത്ത് എങ്ങനെയാണ് എ.ബി. ജോർജിനെ കുറ്റപ്പെടുത്താൻ പറ്റുക? ഏത് കേസിലാണ് കേരളത്തിൽ അറസ്റ്റ് ചെയ്തെന്ന് ആലോചിക്കണം. ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തത്? ആ കേസിൽ അങ്ങനെ ഒരു കേസ് മദനിക്കെതിരെ ഉണ്ടോ എന്ന് ഇന്ന് LDF-ൽ ഇന്ന് CPM-ന് ആ നിലപാടുണ്ടോ? അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട കേസ് നിലനിൽക്കുന്നതാണ് എന്ന നിലപാട് ഇന്ന് CPM-നുണ്ടോ? അല്ല, അജിംസ് ഇപ്പൊ എന്നോട് പറഞ്ഞതിന് മറുപടി ഞാൻ പറയട്ടെ. ഇത് പ്രേക്ഷകർ കേട്ടോണ്ടിരിക്കുകയല്ലേ. അതിനകത്ത് എ.ബി. ജോർജ് സ്വന്തം ഇഷ്ടപ്രകാരം അറസ്റ്റ് ചെയ്ത് കർണാടക പോലീസ് കൈമാറിയതാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ബഹുമാനപ്പെട്ട കേദാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് സ്വാഭാവികമായിട്ട് നിയമനോട് സ്വീകരിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥന്റെ സ്ഥാനത്ത് വേറെ ഉദ്യോഗസ്ഥരാണെങ്കിലും അത് ചെയ്തേ പറ്റും. ഇതൊക്കെയാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തിയ ആരോപണങ്ങൾ, കുപ്രശസ്തരാണെന്ന് പറഞ്ഞുകൊണ്ട്. ഭീമാപ്പള്ളി വെടിവെപ്പ് നടത്തിയ ഭീമാപ്പള്ളിയിൽ വെടിവെപ്പ് നടത്തിയ എ.ബി. ജോർജിനെതിരെ ആ സർക്കാർ നടപടി സ്വീകരിച്ചു. ഇല്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പൂർണ്ണ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അജിംസ് അറിയാം സംഭവാസങ്ങൾ എന്താണെന്നുള്ളത്. വിഴിഞ്ഞത്തുണ്ടായ വിഷയങ്ങളും ഭീമാപ്പള്ളിയുടെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊരു കലാപന്തരീക്ഷത്തിനെ നിന്നും വ്യാപകമായ രീതിയിൽ അതൊരു തെറ്റായ രീതിയിൽ പോകുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാനൊരു ഉദ്യോഗസ്ഥ ബാധ്യസ്ഥരാ. അതായത് സർക്കാരിന്റെ തീരുമാനങ്ങളാണ് നടപ്പ് വരുത്തുന്ന ഉദ്യോഗസ്ഥർ. അത് അജിംസ് അതിന് അറിയാൻ മേലായി ഒന്നുമില്ല. കോടിയേരി വെടിവെക്കാൻ ഉത്തരവിട്ടു എന്നാണ് അങ്ങ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പോലും ചർച്ച ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. ഞാൻ അല്ലല്ല, അതിനു വേണ്ടിയിട്ട് വെടിവെക്കാൻ ഉത്തരവിടുന്ന മജിസ്ട്രേറ്റാ. അത് വെടിവെക്കാനായിട്ട് ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവ് കൊടുക്കാൻ അറിവ് ശരിയല്ലെങ്കിൽ അല്ല, വെടിവെപ്പ് നടത്തുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയ നിൽക്കൂ അജിംസെ. കൂത്തുപറമ്പിൽ 5 സഖാക്കളെ വെടിവെച്ചിട്ട് എം.വി. രാമനെ സംരക്ഷിക്കുക എന്നുള്ള വ്യാജനെ അവിടെ ഉത്തരവിട്ടതാരാ? മജിസ്ട്രേറ്റാണ്. ആ മജിസ്ട്രേറ്റിന് ഉത്തരവില്ലാതെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വെടിവെക്കാൻ പറ്റുമോ? എനിക്കറിയത്തില്ല. ഇന്ത്യൻ നിയമം അങ്ങനെ അനുശാസിക്കേണ്ടത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലാണ്ട് എ.ബി. ജോർജ് സ്വയം വെടിവെച്ച് തോക്കെടുത്ത് വെടിവെക്കുവോ? അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ സർവീസിലിരിക്കും. എനിക്കറിയത്തില്ല. അതെന്തൊരു അദ്ദേഹം സർവീസിലിരുന്നു, വിരമിച്ചു. ഇതൊക്കെ നടക്കുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ ഇത്തരം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാരിനെതിരെയാണ് ചോദ്യം ഉന്നയിക്കുന്നത്. അല്ല, നിങ്ങള് അത് ചോദ്യം ഉന്നയിച്ചോളൂ. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചിരിക്കണം ജനാധിപത്യത്തിൽ. ആരും തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ ഇത്രയ്ക്കും കർശനമായ നടപടികളെടുത്ത് പൗരന്റെ ജീവനും അവന്റെ മറ്റു കാര്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തെളിവ് ചെയ്തുകൊണ്ടൊരു സർക്കാരിനെ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യം അറിയാമോ? അപ്പോൾ അജിംസിനെ കണക്കറിയാമല്ലോ. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. 2015 അധികാരം ഏൽക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ 12% നിന്ന് കേരളം 6%. ഇപ്പൊ കേരളത്തിലെ പോലീസ് സേനയുടെ ക്രിമിനലുകളുടെ എണ്ണം കേവലം 4%. ഈ ഗവൺമെന്റ് വലിയൊരു നേട്ടം. ഇവിടെ നേരത്തെ പൗരൻ സാർ പറഞ്ഞു 956 പേരുന്നുണ്ട്. നിങ്ങൾ 52,000-ന്റെ 900-ആയിട്ടൊന്ന് വിഭജിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ വളരെ കറക്റ്റ്. അത് ഈ സർക്കാരിന്റെ നേട്ടമല്ലേ? ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പോലീസിലെ ക്രിമിനൽസിന്റെ എണ്ണം കൂടുവാണെങ്കിൽ നിങ്ങൾ കണക്ക് അവതരിപ്പിക്കും. ഞാനിത് മുഴുവൻ പിൻവലിക്കാം. അതല്ല ശരി. ഇപ്പൊ ശരി എന്നൊരു സർക്കാരിനെ മുഴുവൻ തെറ്റാണെന്നും അത് പോലീസിന്റെ ഭരണത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണെന്നും നിങ്ങൾ ക്രിമിനലുകളെ പിരിച്ചുവിടുന്ന ഒരു സർക്കാരാണെന്ന് പറഞ്ഞു. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ ആളുമാറി പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടിക്കൊന്ന ഉദ്യോഗസ്ഥർ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട്. അവർ ഏക സ്റ്റേഷനിലാണ്, അറിയാമോ? അവര് ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ശേഷം അവർ തിരിച്ചെടുത്തു. ആ 7 പോലീസുകാരെയും ഈ പിണറായി വിജയൻ സർക്കാർ തിരിച്ചെടുത്തു. അവരിപ്പോഴും കാത്തിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മറ്റാരെയോ ഉരുട്ടിക്കൊല്ലാൻ മറ്റേതോ അധഭാഗ്യനെ കാത്തിരിക്കുകയാണ് അവർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ അജിംസ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഇന്നലത്തെ നടന്ന ചർച്ചകളിലൊക്കെ ഈ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടണം എന്നുള്ള നിലപാടെടുത്തോടെയാണ് നമ്മളെപ്പോലുള്ളവർ. ഈ 4 പേര് മാത്രമല്ല, അതിൽ വേറൊരു ഉദ്യോഗസ്ഥരുണ്ട്. അവിടുത്തെ ഒരു വില്ലേജ് ഓഫീസിലെ അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറായിട്ട് ജോലി കിട്ടി അങ്ങോട്ട് മാറിയ ഒരു ഉദ്യോഗസ്ഥരുണ്ട്. അയാളെയും പിരിച്ചു വിടണം. ഒരു തർക്കമുള്ള കാര്യം. ഞാനിതൊന്നും സപ്പോർട്ട് ചെയ്ത ഒരാളൊന്നുമല്ല. പിന്നെ ശ്രീജിത്തിന്റെ മരണത്തിൽ അത് ശ്രീജിത്ത് IPSന്റെ അന്വേഷണത്തിലൂടെ അത് സർക്കാരിന് സമർപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കറക്ഷൻ കോടതി വിധി അവർക്ക് അനുകൂലമായിട്ട് വന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് എന്നെ തിരുത്താം. ഒരു കോടതി വിധി അനുകൂലമായിട്ട് പ്രവൃത്തികളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. കാരണം കോടതി വിധി ഇതേ ശ്രീജിത്ത് കോടതി വിധി വരുന്നതിന് മുമ്പാണ് അയാളെ തിരിച്ചെടുത്തത്. ഇതേ ശ്രീജിത്ത് ഒരു പീഡന കേസ്, കണ്ണൂരിലൊരു പീഡന കേസിൽ അതിലെ പരാതിക്കാരനെ നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്ന് ഓർമ്മയുണ്ടാവും. ആ കേസിന്റെ ഗതി എന്തായാലും പിന്നീട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ശ്രീജിത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പ്രശ്നമാണ്. അയാളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി സ്വീകരിച്ചത്.